ടൈം ബേസിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചിട്ടുള്ള കുറേ ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡൗട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ടൈം ബേസിൻ്റെ FAQ സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എല്ലാത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള ടൈം ബേസിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അവർ വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആൻസർ ഞാൻ ഇതിനകത്ത് പറയുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചോദിച്ചെന്ന് പറഞ്ഞാൽ ടൈം ബേസിൻ്റെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യണതിനെക്കുറിച്ച് ചോദിച്ചായിരുന്നു. അപ്പം നിങ്ങൾക്ക് ടൈം ബേസിൻ്റെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ടൈം ബേസിൻ്റെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ സപ്പോർട്ട് സെക്ഷനിൽ പോയി ഒരു ടിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, എനിക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഡിലീറ്റ് ആക്കുമ്പോൾ നിങ്ങളുടെ വാളറ്റിൽ എത്രയുണ്ടോ അത് ഫുള്ള് ലോസ് ആകുന്നതായിരിക്കും. ഇപ്പോൾ $4 നിങ്ങളുടെ അക്കൗണ്ടിലുണ്ടെങ്കിൽ ആ $4 പോകുന്നതായിരിക്കും. കാരണം നിങ്ങൾക്ക് പിന്നെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റിയല്ല നിങ്ങളുടെ അക്കൗണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡീആക്ടിവേറ്റ് ചെയ്യാം. ഇപ്പോൾ ഡീആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പം $4 നിങ്ങളുടെ അക്കൗണ്ടിലുണ്ട്. നിങ്ങൾ ഡീആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ വിചാരിക്കുകയാണ് എനിക്ക് $5 ആക്കി വിഡ്രോ ചെയ്യണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് റീആക്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ ഡീആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീആക്ടിവേറ്റ് ചെയ്യാം. പക്ഷേ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ടൈം ബേസ് യൂസ് ചെയ്യുന്നില്ലെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡീആക്ടിവേറ്റ് ആക്കി നോക്കുക. ഡീആക്ടിവേറ്റ് ആക്കുക. അപ്പം ഡീആക്ടിവേറ്റ് ആക്കിയിട്ട് നമ്മൾ കുറേ നാൾ യൂസ് ചെയ്തില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാപ്പ് റിസർച്ചിനെ കുറിച്ചായിരുന്നു. ടാപ്പ് റിസർച്ച് സർവീസിനകത്ത് ഡിസ്ക്വാളിഫൈ ചെയ്യാൻ നേരത്തെ 1 സെൻറ്റ് വെച്ച് കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കിട്ടുന്നില്ല എന്ന് കുറേ പേര് പറയുന്നുണ്ട്. അപ്പോൾ അത് അവർ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ടാപ്പ് റിസർച്ചിൽ നിങ്ങൾ ഒരുപാട് സർവീസ് ഡിസ്ക്വാളിഫൈ ആകുകയാണ്, അതായത് സർവേ പാസ്സാകുന്നതിൻ്റെ എമൗണ്ട് വളരെ കുറവാണ്. ഡിസ്ക്വാളിഫൈ ആകുന്ന ഒരുപാട് സർവീസ് ഡിസ്ക്വാളിഫൈ ആകുകയാണെങ്കിൽ നിങ്ങൾക്ക് അവർ 1 സെൻറ്റ് വെച്ച് തരത്തില്ല. കാരണം നല്ലൊരു റിസൾട്ട് അല്ല നിങ്ങളിൽ നിന്ന് കിട്ടുന്നത്, നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന് നല്ല റിസൾട്ട് അല്ല കിട്ടുന്നത്. കാരണം നിങ്ങൾ മിക്കതും ഡിസ്ക്വാളിഫൈ ആണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവർ 1 സെൻറ്റ് വെച്ച് തരത്തില്ല. പിന്നെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ സർവേ വീണ്ടും അത്യാവശ്യം നല്ല സർവേ ഒക്കെ ചെയ്ത് നിങ്ങൾ സർവേ പാസ്സാകുവാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് വീണ്ടും 1 സെൻറ്റ് വെച്ച് നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്ന് കുറേ പേര് ചോദിച്ചായിരുന്നു. പ്രൊഫൈൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ സപ്പോർട്ട് ടാബിൽ പോയിട്ട് ഐ നീഡ് ടു എഡിറ്റ് മൈ പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, എപ്പോഴും എഡിറ്റ് ചെയ്യുന്ന അത്ര നല്ല കാര്യമല്ല. എഡിറ്റ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് 3 തവണ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ടൈം ബേസ് അക്കൗണ്ട് 3 തവണയാണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതിൽ കൂടുതൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ വളരെ പ്രിപ്പയർ ആയിട്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും മാറ്റണമെങ്കിൽ അത് മാറ്റുക, അല്ലാതെ ചേഞ്ച് ചെയ്യാൻ എപ്പോഴും നോക്കരുത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവേ മിക്കവർക്കുള്ള പ്രോബ്ലം ഇതാണ്, സർവേ കിട്ടുന്നില്ലെന്നുള്ളത്. അത്യാവശ്യം സർവീസ് കിട്ടുന്നില്ല, വളരെ കുറവ് സർവീസാണ് മാത്രം കിട്ടുന്നതെന്നുള്ളത്. അപ്പോൾ സർവേ എന്ന് പറഞ്ഞാൽ സർവേ പ്രൊവൈഡേഴ്സ് അവരാണ് നമുക്ക് സർവേ തരുന്നത്. അപ്പോൾ അവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഫൈൽ വേണം. ഇപ്പം എല്ലാവർക്കും ഒരേ സർവേ അല്ല കിട്ടുന്നത്. നിങ്ങളുടെ പ്രൊഫൈൽ എങ്ങനെയാണോ, നിങ്ങൾ പ്രൊഫൈൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത് അതിനനുസരിച്ചുള്ള സർവേ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അല്ലാതെ എല്ലാവർക്കും എല്ലാ സർവേയും കിട്ടത്തൊന്നുമില്ല. നിങ്ങളുടെ പ്രൊഫൈലിന് കൂടുതൽ മാച്ച് ആകുന്ന രീതിയിലുള്ള സർവീസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് പ്രൊഫൈൽ മാച്ചായിട്ട് വരുന്ന സർവേയിൽ നിങ്ങൾ പ്രൊഫൈൽ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ക്വാളിറ്റി സ്കോർ കുറയുമെന്ന്. അതുകൊണ്ട് ക്വാളിറ്റി സ്കോർ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അവർ എക്സാമ്പിൾ വരെ എടുത്ത് കൊടുത്തിട്ടുണ്ട്, ഓരോ കാര്യങ്ങൾ പറഞ്ഞ്. ഇപ്പം ചിലർക്ക് ചില ഏജ് ഗ്രൂപ്പിലുള്ളവരായിരിക്കും വേണ്ടത്, ചില ജെൻഡറിലുള്ളവർക്കായിരിക്കും വേണ്ടത്, അല്ലെങ്കിൽ ഇന്ന ഏരിയയിൽ താമസിക്കുന്നവരുടെ ആയിരിക്കും സർവീസ് വേണ്ടത്. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുണ്ട് സർവേയിൽ. അപ്പം അതിനനുസരിച്ചാണ് നമുക്ക് സർവീസ് കിട്ടുന്നത്. അതുപോലെ തന്നെ വീണ്ടും കൊടുത്തിട്ടുണ്ട് സർവേനെ കുറിച്ച് തന്നെ. അപ്പം സർവേ എന്ന് പറയുന്നത് ഇത് നമ്മുടെ പ്രൊഫൈൽ, അതായത് നിങ്ങളുടെ പ്രൊഫൈൽ എങ്ങനെയാണോ അതിനനുസരിച്ച് മാത്രം നിങ്ങൾക്ക് സർവേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് പ്രൊഫൈൽ സ്ട്രോങ് ആക്കാൻ നോക്കുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിക്കപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, നമ്മൾ സർവേ കംപ്ലീറ്റ് ആക്കി പക്ഷേ നമുക്ക് കിട്ടിയത് 1 സെൻറ്റാണ്. നമ്മൾ 10 മിനിറ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ 20 മിനിറ്റൊക്കെ ഇരുന്ന് സർവേ കംപ്ലീറ്റ് ആക്കിയിട്ടും ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് 1 സെൻറ്റാണ്. അതെന്തുകൊണ്ടാണ് പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള റീസൺ അവർ പറയുന്നത്, സാധാരണ 1 സെൻറ്റ് കിട്ടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സർവേ ഡിസ്ക്വാളിഫൈ ആയിട്ടായിരിക്കും. കാരണം സർവേ ഡിസ്ക്വാളിഫൈ ആകുമ്പോഴാണ് സാധാരണ 1 സെൻറ്റ് കിട്ടുന്നത്. അല്ലെങ്കിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത സർവേക്ക് കൊടുത്ത ഒരു ഒപ്പീനിയൻ അത് അവർ ചിലപ്പം അക്സെപ്റ്റ് ചെയ്ത് കാണില്ല. അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒപ്പീനിയൻ ആയിരിക്കും നിങ്ങൾ കൊടുത്തത്. പിന്നെ ഉള്ളത് പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത ആ സർവേയുടെ ആൻസർ അത് നല്ലൊരു ആൻസർ ആയിരിക്കുക. നിങ്ങൾ ചുമ്മാതെ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് കരുതി എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻ ചുമ്മാ സെലക്ട് ചെയ്ത് ഒരു ലോജിക്ക് ഇല്ലാത്ത രീതിയിലായിരിക്കും നിങ്ങൾ ആൻസർ കൊടുത്തത്. അങ്ങനെ വന്നാലും നിങ്ങൾക്ക് കിട്ടത്തില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവേ ബഡ്ജറ്റിനെ കുറിച്ചാണ് അവർ പറയുന്നത്. അതായത് ഓരോ സർവേ പ്രൊവൈഡേഴ്സും സർവേ കൊടുക്കാൻ നേരത്ത് അവർക്കൊരു ബഡ്ജറ്റ് കാണും. ഇത്ര $100, $1000 അല്ലെങ്കിൽ $2000 അങ്ങനെ എത്ര ബഡ്ജറ്റ് കാണും. അവർ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു ബഡ്ജറ്റ് കാണും. ആ ബഡ്ജറ്റ് തീർന്നു കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ആ സർവേ ചെയ്തതെങ്കിൽ തീർന്നു
കഴിഞ്ഞിട്ടാണ് സർവേ തീർന്നത് കഴിഞ്ഞാൽ അങ്ങനെ സാധാരണ സർവേസ് കിട്ടാറില്ല, പക്ഷേ വളരെ റെയർ ആയിട്ട് കിട്ടാറുണ്ട്. ആ സർവേ നിങ്ങൾ ചെയ്തെങ്കിൽ അവർക്ക് ആ ഡോളർ തരാൻ പറ്റില്ല. അതിനുവേണ്ടിയാണ് അവർ 1 സെൻറ്റ് തരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സർവേ മിക്കവർക്കും പാസ്സായിട്ടും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവരും ചോദിക്കാറുള്ളത് ടൈംബക്സ് നമുക്ക് വേറെ ഡിവൈസുകളിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ്. നിങ്ങൾക്ക് എത്ര ഡിവൈസിൽ വേണമെങ്കിലും ടൈംബക്സ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ലാപ്ടോപ്പിൽ യൂസ് ചെയ്യാം, മൊബൈലിൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് 2 മൊബൈലുണ്ടെങ്കിൽ ആ 2 മൊബൈലിൽ യൂസ് ചെയ്യാം. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരാൾക്ക് ഒരു അക്കൗണ്ടേ പറ്റുകയുള്ളൂ. ഒരാൾക്ക് ഒരു അക്കൗണ്ടേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഏത് ഡിവൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ടൈംബക്സ് അക്കൗണ്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രീനെ ബേസ് ചെയ്ത് ചില കൺട്രീസിൽ സർവീസ് വളരെ കുറവായിരിക്കും. കാരണം ആ സർവേ പ്രൊവൈഡേഴ്സിന് ഇന്ന കൺട്രിയിലുള്ള ഒരു പർട്ടിക്കുലർ കൺട്രീസുള്ള വേണമെന്നുള്ള, നമുക്കിപ്പം ഏതെങ്കിലും സർവേ അറ്റൻഡ് ചെയ്യാൻ നേരത്ത് നമുക്ക് കുറേ കൺട്രി ലിസ്റ്റ് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ആ കൺട്രിയിലുള്ളവർക്കൊക്കെയാണ് സർവേ കിട്ടുന്നത്. അപ്പോൾ കൺട്രിയും നമുക്ക് സർവേ ചെയ്യുന്നതിനകത്ത് കൺട്രിയും ഒരു ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലാഡറിനെ കുറിച്ചാണ് ഒരു ഡൗട്ട് വന്നിരുന്നത്. ലാഡർ നമുക്കറിയാം, റെഫറൽ ലാഡർ ഉണ്ട്, അങ്ങനെ നമുക്ക് ടോപ്പ് ഏണേഴ്സ് ലാഡർ ഉണ്ട്, പല ലാഡർ ഉണ്ട്. അതായത് ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഏൺ ചെയ്യുന്നവർക്ക് ഇത്ര ഡോളർ വെച്ച് കിട്ടും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റെഫറൽ ഏണിങ്സ് കിട്ടുന്ന ഒരു മാസം കിട്ടുന്നവർക്ക് ഇത്ര ഡോളർ വെച്ച് കിട്ടും എന്നൊക്കെ നമുക്കറിയാം. അതാണ് ലാഡർ സെക്ഷൻ. അപ്പോൾ ലാഡർ സെക്ഷൻ എന്തുകൊണ്ടാണ് പർട്ടിക്കുലർ അതായത് റീജിയൻ ഇല്ലാത്തത്? അതായത് ഇപ്പോൾ നമുക്കറിയാം ഗ്ലോബലായിട്ടാണ് ഉള്ളത്, എല്ലാ കൺട്രിയുടെയും ലിസ്റ്റാണ് നമ്മൾ കാണിക്കുന്നത്. അത് ഓരോ രാജ്യത്ത് ഇന്ത്യക്ക് വേണ്ടി മാത്രം ഇന്ത്യയിലെ ടോപ്പ് ഏണേഴ്സിന് അങ്ങനെ പൈസ കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പം ഫ്യൂച്ചറിൽ വരാൻ ചാൻസ് ഉണ്ട്, ഉറപ്പ് പറയുന്നില്ല, ഫ്യൂച്ചറിൽ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അങ്ങനെ വന്നു കഴിയുമ്പോൾ ടൈംബക്സിന് കൂടുതൽ നഷ്ടമാണ്. കാരണം ഓരോ രാജ്യത്തെയും ആൾക്കാർക്ക് ടോപ്പ് ഏണേഴ്സിന് പൈസ കൊടുക്കുക എന്ന് പറയുമ്പോൾ ടൈംബക്സിൽ നിന്ന് ഒരുപാട് പൈസ പോകുന്നതായിരിക്കും. അപ്പോൾ അവർക്കത് നഷ്ടമായിരിക്കും. അപ്പോൾ അത് വരാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ഫ്യൂച്ചറിൽ വരാതിരിക്കാം, അത് ഉറപ്പില്ല. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സർവേ ബ്ലോക്ക് ആയിക്കഴിഞ്ഞാൽ, ഏതെങ്കിലും സർവേ പ്രൊവൈഡേഴ്സിൻ്റെ നിന്ന് സർവേ ബ്ലോക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്നുള്ളതാണ്. നമുക്ക് സർവേ ബ്ലോക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ടൈംബക്സിൽ നമ്മൾ മെസ്സേജ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ ആ സർവേ പ്രൊവൈഡേഴ്സാണ് നമ്മൾ ബ്ലോക്ക് ചെയ്തത്. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ തെറോം ബ്രീച്ച് സർവേ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്ത് നിങ്ങൾക്ക് സർവീസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ടാപ്പ് റിസർച്ച് സർവേ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുക, നിങ്ങൾക്ക് സർവീസ് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ തെറോം ബ്രീച്ചിൻ്റെ സൈറ്റിൽ പോവുക, അവിടെ കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അവരെ കോൺടാക്ട് ചെയ്യുക, എന്നിട്ട് ഇതുപോലെ അവർക്ക് മെസ്സേജ് അയക്കുക. അപ്പോൾ അവർ തീർച്ചയായും എന്ത് റീസൺ കൊണ്ടാണ് നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ആയെന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അതിലൂടെ അറിയാൻ സാധിക്കുന്നതാണ്. ടൈംബക്സിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ടൈംബക്സിൻ്റെ യൂസർ നെയിം ചേഞ്ച് ചെയ്യാൻ പറ്റും. യൂസർ നെയിം ചേഞ്ച് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് ഒരു ടിക്കറ്റ് സബ്മിറ്റ് ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് ഏത് യൂസർ നെയിമാണ് വേണ്ടത്, നിങ്ങൾക്ക് എന്താണ് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ യൂസർ നെയിം വെച്ച് നിങ്ങൾ അവർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് അത് അവർ ചേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് ചോദിച്ച ഡൗട്ടാണ്. അപ്പോൾ അതായത് ഇപ്പം 2-3 പേർക്ക് അല്ലെങ്കിൽ 2 പേർക്ക് ഒരേ അക്കൗണ്ടിലേക്ക് തന്നെ സെയിം ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന്. അതായത് ഡിഫറൻറ്റ് ഐഡിയിലുള്ള, അതായത് ഡിഫറൻറ്റ് ഇമെയിൽ യൂസ് ചെയ്യുന്ന 2 പേർക്ക് ഒരേ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ സെൻഡ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പറ്റുന്നതായിരിക്കും. പക്ഷേ അതിന് വേണ്ടി നിങ്ങൾ ഒരു സപ്പോർട്ട് മെയിൽ അവർക്ക് അയക്കണം. അത് എന്നെ അയക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ യൂസ് ചെയ്യുന്ന 2 പേരുടെയും ജിമെയിൽ ID അയക്കണം. പിന്നെ നിങ്ങൾക്ക് ഏത് അക്കൗണ്ടിലേക്കാണ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ ഏത് ബാങ്ക് അക്കൗണ്ടാണ്, അപ്പം ആ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ഐഡിയിൽ നിന്ന് 2 ആൾക്കാർക്ക്, വ്യത്യസ്തമായ 2 ആൾക്കാർക്ക് ഒരേ അക്കൗണ്ട് വഴി വിഡ്രോ ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് കുറേ പേരുടെ ഡൗട്ടായിരുന്നു. അപ്പോൾ തീർച്ചയായും പറ്റും, അതിന് പക്ഷേ അവർക്ക് മെസ്സേജ് അയക്കണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈസൻസ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഇത് ID വെരിഫിക്കേഷൻ. അതിനകത്ത് നിങ്ങൾക്ക് ഡ്രൈവേഴ്സ് ലൈസൻസ് കൊടുക്കാം, പാസ്പോർട്ട് കൊടുക്കാം, സ്റ്റുഡൻറ്റ് ID കാർഡൊക്കെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫോർഗെറ്റ് പാസ്വേഡ്, കുറേ പേർക്ക് ഇപ്പോൾ പാസ്വേഡ് മറന്നുപോയി. അപ്പോൾ നമ്മൾ ഫോർഗെറ്റ് പാസ്വേഡ് അടിച്ചു കൊടുക്കാൻ നേരത്ത് മെയിൽ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മെയിൽ സാധാരണ നോർമലായിട്ട് തന്നെ വരാറുണ്ട്. ഇനിയിപ്പോൾ അവിടെ വന്നില്ലെങ്കിൽ നിങ്ങൾ ജങ്ക് ഫയലിലോ അല്ലെങ്കിൽ സ്പാം ഫോൾഡറിലോ നോക്കുക. അതിനുശേഷം വന്നില്ലെങ്കിൽ നിങ്ങൾ support@timebex.com എന്ന് പറഞ്ഞ് അവിടെ ഇതിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. ഇതുപോലെ എനിക്ക് ഞാൻ പാസ്വേഡ് മറന്നുപോയി, ഫോർഗെറ്റ് പാസ്വേഡ് അടിച്ചു കൊടുത്ത് അപ്പം എനിക്ക് ആ ലിങ്ക് വന്നിട്ടില്ലെന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും കിട്ടുന്നതായിരിക്കും. ഒരിക്കലും നഷ്ടപ്പെടുത്തുന്നില്ല നിങ്ങളുടെ അക്കൗണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരിഫൈ ചെയ്യാൻ എത്ര ദിവസം എടുക്കും? നിങ്ങൾ ടൈംബക്സിൽ $5 മുകളിലായി ID വെരിഫിക്കേഷൻ ചെയ്ത് കഴിയുമ്പം എത്ര ദിവസം എടുക്കുമെന്ന് 3 ബിസിനസ് ഡേ ആണ് അവർ പറയുന്നത്. പക്ഷേ അതിന് മുന്നേ തന്നെ ആകാറുണ്ട്, ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് ആകാറുണ്ട്. പക്ഷേ അവർ പറയുന്ന 3 ബിസിനസ് ഡേ ആണ് പറയുന്നത്. അപ്പോൾ റിജക്ഷനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അതിന് മുമ്പ് തന്നെ അസറ്റായിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടാപ്പ് റിസർച്ചിൻ്റെയാണ്. ടാപ്പ് റിസർച്ചിൻ്റെ സർവീസ് മിക്കവാറും കിട്ടുന്നില്ലെന്ന് പറയാനുണ്ടായിരുന്നു. അപ്പോൾ വേറൊന്നുമല്ല, ടാപ്പ് റിസർച്ചിൻ്റെ
സർവേ കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും ടൈംബെക്സിൽ നിന്ന് വിഡ്രോ കിട്ടിയവർക്ക്, അതായത് $5 മുകളിൽ വന്ന് ID വെരിഫൈ ചെയ്ത് വിഡ്രോ കിട്ടിയവർക്കാണ് ടാപ്പ് റിസർച്ചിൻ്റെ സർവീസ് കിട്ടുന്നത്. അത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോർമലായിട്ട് എന്നോട് ചോദിച്ച കുറേ ഡൗട്ടുകൾ മാത്രം ഞാൻ സെലക്ട് ചെയ്തതാണ്. അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിനകത്ത് FAQ സെക്ഷനിൽ നോക്കുക, ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കാണുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ഞാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താമെന്നാണ്. ഞാൻ തീർച്ചയായും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ടെലിഗ്രാമിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്.